മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളും പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. നമ്മൾ നിരന്തരം പറയാറുണ്ട്, പലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഹമാസിനെയാണ് പിന്തുണക്കുന്നത് എന്ന്. അത് വ്യക്തമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സോളിഡാരിറ്റി നടത്തിയിട്ടുള്ളത്. സോളിഡാരിറ്റിയുടെ ഈ ഒരു വാർത്തയൊക്കെയായി ബന്ധപ്പെട്ടും അവർ മുന്നോട്ട് വെക്കുന്നതൊക്കെ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. പ്രാർത്ഥനാ രാവ് എന്നാണ്, പ്രാർത്ഥനയാണ് അവര് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രാർത്ഥനയിൽ ഹമാസിന്റെ മേധാവി യഹ്യാ സിൻവാറിന് വേണ്ടിയിട്ടും ഇസ്മായിൽ ഹനിയക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടക്കുന്നത്. അവരെ വെളുപ്പിച്ചുകൊണ്ട് അവരാണ് നിരന്തരം ശ്രമിക്കുന്നത്. അവര് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ്, അതായത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളോട് പോലും ഉപമിക്കുന്നു എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയും സകല ആളുകളും തിരിച്ചറിയണം. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരുൾപ്പെടെ ഈ ഒരു സോളിഡാരിറ്റി നടത്തിയ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നു. സോളിഡാരിറ്റി ഹമാസിന് വേണ്ടി നടത്തിയ പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാര് പങ്കെടുത്തിരിക്കുന്നു. ഈ യഹ്യാ സിൻവാർ, അതായത് ഈ കാലഘട്ടത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭീകരനായിട്ടുള്ള യഹ്യാ സിൻവാറിന് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുക? ഒരു ഭീകരന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? എന്നിട്ട് അതിൽ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാര് പങ്കെടുക്കുക. ഇതിലൊന്നും യാതൊരു വിഷയമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഒരു ഭീകരന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് കോഴിക്കോട് പരസ്യമായിട്ട് ഒരു സംഘടന പ്രോഗ്രാം നടത്തുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ്? ഇതേ സോളിഡാരിറ്റിയാണ് കുറച്ചു മുമ്പേ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവിയായിരുന്ന ഈ ഖാലിദ് മിഷലിനെ ഓൺലൈനിലൂടെ പരസ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് പ്രസംഗിപ്പിച്ചത് ഓൺലൈനായിട്ട്. ഇതേ സോളിഡാരിറ്റി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഹമാസിന്റെ മേധാവിയൊക്കെ ആയിട്ട് ഡയറക്റ്റ് സോളിഡാരിറ്റി നേതാക്കന്മാർക്ക് ബന്ധമുണ്ട്. ആ ബന്ധം കൊണ്ടാണല്ലോ വളരെ വ്യക്തമായിട്ട് കണക്ട് ചെയ്ത് ഓൺലൈനിലൂടെ നമ്മുടെ മലപ്പുറത്ത് പ്രസംഗിപ്പിച്ചത്. അതേ സോളിഡാരിറ്റി യഹ്യാ സിൻവാറിന് വേണ്ടിയിട്ട്, ഹമാസ് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് പരസ്യമായിട്ട് പ്രാർത്ഥന നടത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയകളിലും കാണാറുണ്ട്, നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം പോലെയാണ് ഹമാസ് പോരാളികൾ, ഭീകരവാദികൾ. ഇവരുടെ പോരാളികള്, ബോധമുള്ളവരെ സംബന്ധിച്ച് ഭീകരവാദികളായിട്ടുള്ള ഹമാസികള്, സ്വാതന്ത്ര്യ വിമോചന, ഇതൊക്കെ എന്ത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് യാതൊരു പ്രശ്നവും ഒക്ടോബർ 7 2023 വരെ ഇല്ലായിരുന്നു. ഈ 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയത് കൊണ്ട് മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. സ്വന്തം നിൽക്കുന്ന, അതായത് ഹമാസ് നിൽക്കുന്ന, അവിടെയുള്ള ഗാസയിലെ ജനത നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഇസ്രായേലും വന്നിട്ടില്ല. മറിച്ച് ഹമാസ് ഭീകരര് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തി ഇസ്രായേലിലെ സാധാരണക്കാരെ ഗാസയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് അവരുടെ പൗരന്മാരെ, ഒരു രാജ്യത്തിന്റെ ന്യായമായ അവകാശമായിട്ടുള്ള അവരുടെ പൗരന്മാരെ പിടിച്ച് വെച്ചിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇസ്രായേലി സൈന്യം വന്നത്. ഇതൊരു വിമോചന സമരമല്ല, ഇതൊരു സ്വാതന്ത്ര്യ സമരമല്ല, ഇത് തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനം മാത്രമാണ്. ഹമാസ് ചെയ്യുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളോടൊക്കെ ഈ ഭീകരവാദികളെ എങ്ങനെയാണ് കൂട്ടി വായിക്കാനൊക്കെ ഒരുപോലെയാണ് എന്നൊക്കെ നെറികെട്ട നാറികൾക്ക് പറയാൻ തോന്നുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ പോരാട്ടവും അത് നമ്മുടെ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ വന്നതാണ്, അവരെ നമ്മൾ ഓടിച്ചതാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരാൾ പോലും ശത്രുപക്ഷത്തെ സ്ത്രീകളെ തൊട്ടിട്ട് പോലില്ല, ഉപദ്രവിച്ചിട്ട് പോലില്ല. എന്നാൽ ഈ ഹമാസ് ഭീകരര് ശത്രുപക്ഷമായിട്ടുള്ള ഇസ്രായേലിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള സ്ത്രീകളെ കൊലപ്പെടുത്തി, ക്രൂരമായ പീഡനങ്ങൾ നടത്തി, മരണപ്പെട്ട മൃതദേഹങ്ങളിൽ പോലും ക്രൂര പീഡനം നടത്തി. ഫോറൻസിക് റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ. അത്രത്തോളം ക്രൂരന്മാരായിട്ടുള്ള പീഡനങ്ങൾ ചെയ്തിട്ടുള്ള ഹമാസ് എന്ന ഭീകരവാദികളും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഒരുപോലെയാണെന്നൊക്കെ പറയുന്നവർ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാ.
അതിലൊന്നും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട. നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് മാത്രമേ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരരും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വാതന്ത്ര്യ സമര പോരാളികളും ഒരുപോലെയാണ് എന്നൊക്കെ പറയാൻ സാധിക്കൂ. നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു മഹത്തായ സമരാണ്. അതിൽ നമ്മൾ ശത്രുപക്ഷത്തുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല ഒരു തരത്തിലും. എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന കണ്ണിൽ കാണുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചു, ക്രൂരതകൾ ചെയ്തു, പീഡനങ്ങൾ ചെയ്തു. നമ്മൾ മാധ്യമങ്ങളിലൂടെ നിരന്തരം കാണുക. പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ടുമാണ് ഹമാസ് ഭീകരവാദം നടത്തിയത്. നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ രാജ്യത്തേക്ക് വന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചതാ. രണ്ടും വലിയ മാറ്റമുണ്ട്. എന്നിട്ടും ഇതിനോടൊക്കെ യോജിപ്പിച്ച് സോളിഡാരിറ്റി പോലെയുള്ള ആളുകള് സംഘടനകളൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാ. ഒരു തർക്കം വേണ്ട. എങ്ങനെ ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയുടെ മുൻ മേധാവിനെയൊക്കെ നമ്മുടെ കേരളത്തില് ഓൺലൈനായിട്ട് പ്രസംഗിപ്പിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തില് കോഴിക്കോട് പരസ്യമായിട്ട് യഹിയ സിൻവാറിന് വേണ്ടി പ്രാർത്ഥന. നിങ്ങളാലും നമ്മുടെ കേരളത്തിൽ ഈ യഹിയ സിൻവാർ എന്ന ഭീകരൻ കൊല്ലപ്പെട്ട സമയത്ത് മയ്യത്ത് നിസ്കാരം നടത്തിയ ആളുകളുണ്ട്. ഈ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം പ്രാർത്ഥന നടത്തുന്ന, മരണത്തെ തുടർന്നുള്ള പ്രാർത്ഥന. ഈ മയ്യത്ത് നിസ്കാരം പോലും നടത്തിയ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ രാജ്യത്ത് യഹിയ സിൻവാറിനൊക്കെ വേണ്ടി പ്രാർത്ഥന നടക്കുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരള. അതും പരസ്യമായിട്ട് ഒരു ടൗണിൽ, പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ടൗണില് കോഴിക്കോട് വലിയ പ്രോഗ്രാം, പ്രാർത്ഥന നടത്തുക. യഹിയ സിൻവാറിന്റെ ഒക്കെ വലിയ ഫോട്ടോകൾ വെച്ച് ഒരു ഭീകരന് വേണ്ടിയിട്ട് ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അതിലൊരു തർക്കം വേണ്ട. നമ്മുടെ രാജ്യത്തിന് തന്നെ ഇവര് വെല്ലുവിളിയാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാർക്ക് വേണ്ടി പ്രാർത്ഥന പരസ്യമായിട്ട് 1200-ലധികം ആളുകളെ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത യഹിയ സിൻവാറിന് വേണ്ടിയിട്ട്, കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള യഹിയ സിൻവാറിന് വേണ്ടിയിട്ട് വലിയ പ്രാർത്ഥന. ഇത്തരം ആളുകൾ നമ്മുടെ കേരളത്തിൽ പരസ്യമായിട്ട് ഇറങ്ങുന്നതൊക്കെ നമ്മുടെ കേരളത്തിന്, നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കം വേണ്ട. ഇതിലെ മറ്റൊരു വലിയ അപകടം എന്ന് പറയുന്നത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇതിന്റെ നേതാക്കന്മാരൊക്കെ ഇതിലേക്ക് പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നതാ. സകല ആളുകളും അത് തിരിച്ചറിയണം, ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യണം. ഇവിടെ ഹമാസ് പോലൊരു ഭീകര സംഘടനക്ക് പലസ്തീൻ പ്രാർത്ഥനാ സദസ്സ് എന്നൊക്കെയാ പ്രോഗ്രാമിൽ പറയുന്നത്. എന്നാൽ പ്രോഗ്രാമിൽ ഉടനീളം ഹമാസ് മേധാവികളുടെ ഫോട്ടോ. നമ്മുടെ കേരളത്തില് മാത്രമേ ഇത്തരം ഒരു ഭീകര സംഘടനക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുള്ളൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.